ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ കിരൺസ് ഇൻസൈറ്റ്. സോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മൂവി എക്സ്പ്ലനേഷന് വേണ്ടിയല്ല, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിട്ടാണ്. ഇതിലൊരുപാട് എഡിറ്റ്, മ്യൂസിക് അതൊന്നും ആഡ് ചെയ്യില്ല. ഐ തിങ്ക് വളരെ കുറച്ച് പേർക്ക് മാത്രമേ മുഴുവൻ വീഡിയോ കണ്ടു തീർക്കാൻ പറ്റൂ. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പോഴത്തെ ജനറേഷന് എന്താ പറ്റിയത്? ഇത് ഇപ്പോഴത്തെ ജനറേഷൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ, ഇത് പണ്ടേ ഉള്ളതാണെന്ന് ചിലവരൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഐ അക്സെപ്റ്റ് ഇറ്റ്. ബട്ട് എവിടെയോ എന്തോ കുറവ് പറ്റിയതുപോലെ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? പക്ഷേ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ. വൺ റീസൺ ഈസ് സോഷ്യൽ മീഡിയ. നമ്മുടെ ലൈഫിലുള്ള ഒരു ബിഗ് പാർട്ടാണല്ലേ ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, യൂട്യൂബ്, എക്സെട്ര എക്സെട്ര. ഫണ്ടിനൊരു കുറവുമില്ല. ബട്ട് ടു മച്ച് ഓഫ് എനിത്തിങ് ഈസ് ബാഡ്, റൈറ്റ്? അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് അല്ലേ? അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയ ഇല്ലാതെ നമുക്ക് പറ്റില്ലല്ലേ ഫ്രണ്ട്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, ന്യൂസ് കാണാനും, ഒരു സെൽഫി പോസ്റ്റ് ചെയ്യാനും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സയൻസ് പറയുന്നത് വെറും 1 hour നമ്മൾ സോഷ്യൽ മീഡിയ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്താൽ ഇറ്റ്സ് റിയലി ഗുഡ്. ഈ ലോൺലിനെസ് ഇഷ്ടപ്പെടാത്തവർക്ക് അതൊക്കെ മാർക്കിട്ടും, പിന്നെ ഹാപ്പി ഫീൽ ആകും, എക്സെട്ര. പക്ഷേ പ്രോബ്ലം സ്റ്റാർട്ടാകുന്നത് ആ 1 hour 2 hour ആകുമ്പോഴും 2 hour 3 hour ആകുമ്പോഴുമാണ് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. നിനക്ക് സോഷ്യൽ മീഡിയ ക്വിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ടഫാണല്ലേ. ബിക്കോസ് നമ്മൾ എന്ത് വീഡിയോ കണ്ടാലും, അല്ലെങ്കിൽ നമ്മളൊരു സ്റ്റോറി പോസ്റ്റ് ചെയ്ത് അത് ലൈക്ക് കിട്ടുമ്പോൾ പെട്ടെന്നൊരു കിക്ക് ഉണ്ടാവും. അവിടെ ബ്രെയിനിൽ ഒരു കിക്ക് ലഭിക്കും നമുക്ക്. ഡോപ്പമിൻ എന്ന ഒരു കെമിക്കൽ അപ്പോൾ ഫോം ചെയ്യും. അതിൻ്റെ കൂടെ ഫോമോ എന്നൊരു കാര്യം കൂടെ ഉണ്ടാകുന്നു. എന്താണത്? ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. സോഷ്യൽ മീഡിയയിൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത് ഓൺലൈനിൽ മറ്റുള്ളവർ ലൈക്ക് ഇൻഫ്ലുവൻസേഴ്സ് പങ്കുവയ്ക്കുന്ന കാര്യങ്ങളും ആശയങ്ങളും ഈ ഇടപെടലുകളും കൃത്യസമയത്ത് കാണാനോ പ്രതികരിക്കാനോ കഴിയാത്തതിനെക്കുറിച്ചുള്ള ആശങ്കയാണ് ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, അല്ലെങ്കിൽ ഫോമോ എന്ന് പറയുന്നത്. ഫോമോ എന്നാൽ ഒരു പ്രശ്നമായി മാറാം. ഈ ഉത്കണ്ഠ, രാത്രി ഉറക്കമില്ലായ്മ, അതിനെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം. ഇപ്പോഴത്തെ ട്രെൻഡല്ലേ രാത്രി ഉറക്കമില്ലായ്മ എന്നൊക്കെ പറയുന്നത്. രാത്രി ഇരുന്ന് നഷ്ടപ്പെട്ടു പോയ ലവർ, അവരെക്കുറിച്ച് ആലോചിച്ച് ഈ ഇൻസ്റ്റാഗ്രാമിൽ റിലേറ്റബിൾ റീൽസ് നോക്കി കരയുന്നതും എനിക്കറിയാം ഗൈസ്. ഓക്കെ, പിന്നെ ശ്രദ്ധക്കുറവ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടെ എങ്ങനെയെങ്കിലും മനസ്സിലുള്ള സ്ട്രെസ്സ്, വിഷമങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ അവിടെ ആശ്രയം തേടുകയാണ്. സോ ഇവിടെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയ ഫോമോ ഉണ്ടാക്കുന്നതിൽ പങ്കുണ്ട്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ടാക്കുന്നതിൽ പങ്കുണ്ട്. അത് തടയുന്നതും കൺട്രോൾ ചെയ്യുന്നതുമെല്ലാം നമ്മുടെ കയ്യിലാണ് ഉള്ളത്. ആൻഡ് ഇതുണ്ടെന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. സക്സസ്സിലേക്ക് പോകണമെങ്കിൽ ലൈഫിൽ പല കാര്യങ്ങളും കടന്നു പോയാലേ പറ്റൂ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ തേടി വന്നത്. അത്രയേ ഉള്ളൂ ലൈഫ് ഈസ് സിമ്പിൾ ഗൈസ്, ഡോണ്ട് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോമോയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡോപ്പമിൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറയുന്നില്ല. എന്നാലും ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് പറഞ്ഞു തരാം. സോഷ്യൽ മീഡിയ, ഫോൺ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഡോപ്പമിൻ എന്നൊരു ഫീൽ ഗുഡ് കെമിക്കൽ ഉത്പാദിക്കുന്നു, അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ബ്രെയിനിലുള്ള ഈ റിവാർഡ് സെൻറ്ററിനെ ആക്ടിവേറ്റ് ചെയ്യും. മിക്ക സോഷ്യൽ മീഡിയ സൈറ്റ്സ് ലൈക്ക് ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഇതെല്ലാം വാട്സപ്പ്, ഇതെല്ലാം ഒരു അഡിക്റ്റീവ് ആക്കുന്ന തരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഒരുപാട് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള മെഡിക്കൽ ഇൽനെസ്സിന് കാരണമാകുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ, എസ്പെഷ്യലി ഈ ഗേൾസിന് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നതിൽ ഒരു കാരണവും ഈ ഡോപ്പമിൻ ഇംബാലൻസ് ആണ്. ആരും മനസ്സിലാക്കുന്നില്ല. ഹോർമോണൽ ചേഞ്ചസ്, അത് പല കാരണം കൊണ്ട് വരാം. അതിൽ ഒരു കാരണം ഈ ഒരു ഡോപ്പമിൻ ഇംബാലൻസും ആണ്. ഓക്കെ, ഗേൾസിന് മാത്രമല്ല ബോയ്സിനും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഉള്ള ടേക്ക് അവേ എന്താണെന്ന് പറഞ്ഞാൽ സിമ്പിൾ. ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. കുറച്ച് നേരം ഫോണെല്ലാം മാറ്റി വെച്ച് മൈൻഡിൽ വരുന്ന തോട്ട്സൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമ്മൾ ഒറ്റയ്ക്കൊന്നിരിക്കുക. സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് മൈൻഡിലുള്ള തോട്ട്സ്, എന്തൊക്കെ തോട്ട്സ് വരുന്നതെന്ന് അനലൈസ് ചെയ്ത് അതിനെ എതിർക്കാൻ നിൽക്കില്ല. സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ എതിർക്കാൻ ശ്രമിക്കും. എന്ത് വേണോ വരട്ടെ, അതെല്ലാം നീ തന്നെ അനലൈസ് ചെയ്യുക. എൻ്റെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെ വരുന്നു എന്നെല്ലാം അനലൈസ് ചെയ്തിട്ട് ഗുഡ് തോട്ട്സ്, നല്ല തോട്ട്സ് മാത്രം എടുത്ത് മാറ്റി വയ്ക്കുക. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ കുറേ ഐഡിയാസ് കിട്ടും. അതെങ്ങനെ ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അല്ലാതെ ചുമ്മാ ഫോൺ നോക്കിയിരുന്ന സമയങ്ങളായിട്ട് ഒരു ഉപയോഗമില്ല. ഓക്കെ, ദെൻ ട്രൈ ടു ടേക്ക് ഗുഡ് തോട്ട്സ് ആൻഡ് മേക്ക് യുവർ ലൈഫ് പീസ് ആൻഡ് ഹാപ്പിയർ. സക്സസ്ഫുൾ വേറെ, പീസ് ആൻഡ് ഹാപ്പിയർ വേറെ. സമാധാനമില്ലാതെ സക്സസ് ആയിട്ട് ഒരു ഉപയോഗമില്ല. എല്ലാവരും പറയും സക്സസ് ആയാൽ സമാധാനമാകുമെന്ന്. സക്സസ് ആയാൽ നമ്മൾ സമാധാനമാണെന്ന് നമ്മളെ തന്നെ നമ്മൾ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല. സക്സസ് വേണം. ഏതിന്? നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യത്തിൽ സക്സസ് വേണം. അതിനുവേണ്ടി നമ്മുടെ പീസും കളയരുത്.
നമുക്ക് സമാധാനം വേണം. ലൈഫിൽ സമാധാനം ഉണ്ടെങ്കിലേ നല്ല സക്സസ്സിലോട്ടുള്ള മുന്നോടിയായിട്ട് മാറുള്ളൂ. ഓക്കെ, എഫേർട്ട് ഇടുമ്പോഴും ഒരു സന്തോഷത്തോടെ എഫേർട്ട് ഇടാൻ വേണ്ടി നമ്മൾ പഠിക്കും. അത് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ പഠിച്ചോളാം ഓട്ടോമാറ്റിക്കായിട്ട്. ഇതാണ് ഡോപ്പമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഡോപ്പമിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. സോ എല്ലാത്തിനും ഇവിടെ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞാൽ ടു മച്ച് എക്സസ് ആകുന്നതാണ് പ്രോബ്ലം. ഒരു കാര്യം നമ്മൾ ടു മച്ചായി ചെയ്താൽ നമ്മുടെ ബ്രെയിൻ ടയർഡാകും. എപ്പോഴും ഈ ഇൻസ്റ്റാഗ്രാം യൂട്യൂബിലൊക്കെ ഷോർട്സ് കണ്ട് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ബ്രെയിന് ഡാമേജ് ആയി പോകും. സ്റ്റഡീസ് പറയുന്നത് 3 to 4 hours മുകളിൽ ഫോൺ നമ്മൾ യൂസ് ചെയ്താൽ ഡിപ്രഷനും ആൻസൈറ്റിയും വരാമെന്നാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സോ ഞാൻ ഇത്രയും പറഞ്ഞതിന് ശേഷവും മൂഡ്സ് സ്വിങ്ങിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ അതിനെക്കുറിച്ചും കൂടെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇമോഷണൽ സ്റ്റേറ്റിൽ പെട്ടെന്ന് ഇൻറ്റൻസ് ആയിട്ടുണ്ടാകുന്ന ഒരു മാറ്റമാണ്. ഒരു മൂഡ് സ്വിങ് സമയത്ത് ഒരു വ്യക്തി സന്തോഷത്തിൽ നിന്ന് പെട്ടെന്ന് സങ്കടം, അസ്വസ്ഥത അല്ലെങ്കിൽ ദേഷ്യം എന്നിവയിലേക്ക് മാറുന്നു. ഇതിനാണ് നമ്മൾ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും ജീവിതശൈലി ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് മൂഡ് സ്വിങ്സിനെ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആളുകൾക്ക് പെട്ടെന്നുള്ള മാനസിക മാറ്റങ്ങൾ ഉണ്ടാകുക. അതിനുള്ള എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞാൽ ഓവർ യൂസ് ഓഫ് ഫോണിൻ്റെ ഓവർ യൂസ് കാരണം ഡോപ്പമിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഡോപ്പമിൻ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ ഡോപ്പമിൻ ഇംബാലൻസ് വരും. അങ്ങനെ ഡിപ്രഷനിലേക്ക് തള്ളിവിടും, മൂഡ് സ്വിങ്സ് ഉണ്ടാകും. ഓക്കെ, പിന്നെ ഉറക്കമില്ലായ്മ വന്നാൽ പല ഹോർമോണൽ ചേഞ്ചസും ഉണ്ടാകും ശരീരത്തിന്. പിന്നെ മൂഡ് സ്വിങ്സ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഹെൽത്തിയർ ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കൺസ്യൂം ചെയ്യാതെ ഒരുമാതിരി ഫാസ്റ്റ് ഫുഡ് മാത്രം കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നാൽ, ഫാസ്റ്റ് ഫുഡ് ലൈക്ക് ഇനി എണ്ണപ്പലഹാരം ആയാൽ പോലും അത് മാത്രം കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് പല അസുഖങ്ങളും വരും. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റീസൺസ്. ആൻഡ് ബൈപ്പോളർ ഡിസോർഡറിനും കാരണമായേക്കാം. ബൈപ്പോളർ ഡിസോർഡർ എന്ന് പറയുന്നതും ഇറ്റ്സ് എ വെരി ഹൈ ആയിട്ടുള്ള ഇമോഷനും അല്ലെങ്കിൽ നമ്മുടെ ഇമോഷണൽ സ്റ്റേറ്റ് വെരി ലോ ആയിട്ട് കാണപ്പെടുന്നതുമാണ് ഈ ബൈപ്പോളർ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഡിപ്രഷൻ. ബൈപ്പോളർ ഡിസോർഡർ മെയിനായിട്ട് ഡിപ്രഷനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇതും ഏതെങ്കിലും വഴി കൂടെ നമുക്ക് ഫോൺ യൂസ് കാരണമായിരിക്കാം. ഡിപ്രഷൻ വരുന്നതും പോകുന്നതുമെല്ലാം ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടാണ്. അതും കൂടെ മനസ്സിൽ വെച്ചേക്കുക. സോ എല്ലായിടത്തും ഈ ഫോൺ റിലേറ്റ് ചെയ്ത കാര്യമാണെന്ന് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് വഴി കിട്ടും. നിങ്ങൾ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഫോൺ കാരണമായിരിക്കുമെന്ന് നിങ്ങൾക്ക് പിടികിട്ടും. ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. അത് ഞാൻ വേണമെങ്കിൽ പാർട്ട് 2 ആയിട്ട് ഇടാം. ഓക്കെ, നല്ല മൂവി എക്സ്പ്ലനേഷൻ ആയിരിക്കും ഞാൻ കൂടുതൽ ഇടുന്നത്. നല്ല സിനിമകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ആൻഡ് നല്ല ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ന്യൂസും എല്ലാം ഞാൻ പറയുന്നുണ്ട് ഈ ചാനലിൽ കൂടെ. സോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ ഷെയറും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ബൈ.